ഹായ് ഓൾ. ഇന്ന് ഹോളിഡേ ആണ് മാർക്കറ്റ്. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതായത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കാരണം ഞാൻ അശ്രാന്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നന്നാക്കാൻ. പക്ഷേ എത്ര പേര് ആ വഴിക്ക് വരുന്നുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീക്കിലി പോൾ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീക്കിലി പോളിൽ ഞാനത് കണക്ക് കൂട്ടി നോക്കിയപ്പം ഏകദേശം ഒരു 35% ആൾക്കാർ മാത്രമേ വീക്കിലി പ്രോഫിറ്റ് ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം സെബിയുടെ കണക്ക് പ്രകാരം നമ്മൾ ഒത്തിരി കൂടുതലാണ്. പക്ഷേ നമുക്കതല്ല, സെബിയുടെ 8%, 9%, 7% അതല്ല നമ്മുടെ കണക്ക്. നമ്മൾ ഇതിനകത്തിൽ ഓപ്ഷൻ ബൈയിങ് എന്നൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുമ്പം വിജയിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഇത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോയിലൊക്കെ പല പ്രാവശ്യം ഞാൻ പല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവസാനം വരെ ഞാൻ ശ്രമിക്കും. അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സാമന്താനം ദണ്ണം ഭേദം കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഉപേക്ഷിച്ച് കളയുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എനിക്ക് മാർഗമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇന്നലെ ഞാൻ ആ പോൾ ഇട്ടതിന് ശേഷം ധാരാളം ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, സാർ ഒന്നുകൂടെ ഒരു വീഡിയോ ചെയ്യണം. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എല്ലാവരിൽ നിന്നും സംസാരിച്ചപ്പം ഇവരിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം, ഇവർ പ്രോഫിറ്റാണ്, ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി. പിന്നെ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ പഴയ ലോസ് കൂടെ റിക്കവർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ കിട്ടിയത് കൂടെ പോകുന്നത്. മനസ്സിലായി? എനിക്ക് മനസ്സിലായൊരു കാര്യം അതാണ്. നിങ്ങൾ ന്യായമായ പ്രോഫിറ്റ് ഈ ആഴ്ചയിലെ ആ ദിവസങ്ങളിൽ ബുക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് പണ്ട് വന്ന നഷ്ടം, നേരത്തെ ഉണ്ടായ നഷ്ടത്തെ ഇന്ന് നല്ല ദിവസമാണ്, ഓക്കെ ഇന്നിപ്പോൾ ഇത്രയും പ്രോഫിറ്റ് കിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്, എൻ്റെ വഴിക്കാണ് മാർക്കറ്റ് പോകുന്നത് എന്ന് വിചാരിച്ച് നിങ്ങളുടെ പഴയ നഷ്ടം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കിഴക്കൂന്ന് വന്നതും പോയി, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ കണക്ക്, കയ്യിലുള്ളതും പോയി, പിടിച്ചിട്ട് കിട്ടിയോ അതുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെന്താണ് ഒരു പോംവഴി എന്നാണ് ഞാൻ വളരെ ലളിതമായിട്ട് എന്ന് പറയാൻ പോകുന്നത്. ഞാനിപ്പം ഇങ്ങനെ റെഡിയായിട്ടിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇവിടെ ചർച്ചിൽ പോകേണ്ട സമയമായി. അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ മാനേജ് ചെയ്യേണ്ടത്? അതായത് നമ്മളുടെ നിലവിലുള്ള ഈ ഓൺഗോയിങ് പരിപാടി, നമ്മുടെ പഴയ നഷ്ടവും ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെ പറ്റിയാണ് ജസ്റ്റ് ചെറിയൊരു വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ആദ്യം നിങ്ങൾ നിൽക്കാൻ പഠിക്കുക. ഓക്കെ, നിലവിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ന്യായം ബുക്ക് ചെയ്ത് പ്രോഫിറ്റിൽ ഇറങ്ങാനുള്ള ഒരു ശ്രമം ആദ്യം നടത്തുക. പഴയ ലോസ് അവിടെ നിൽക്കട്ടെ. പഴയ ലോസിനെ പറ്റി നിങ്ങൾ ഇപ്പം ചിന്തിക്കണ്ട. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പോൾ കഴിഞ്ഞതിനെപ്പറ്റി നിങ്ങൾ ദയവായി ഇപ്പം ചിന്തിക്കരുത്. കഴിഞ്ഞ ലോസ് നിങ്ങൾ പിടിക്കാൻ ഇപ്പം ശ്രമിക്കരുത്. ഇതുവരെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ മുതൽ, തിങ്കളാഴ്ച മുതൽ നിങ്ങളൊരു പുതിയ തുടക്കം. നിങ്ങൾ ഈ പഴയ ലോസ് പിടിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, പഴയ ലോസ് അവിടെ നിൽക്കട്ടെ, അത് മറന്നേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അതൊരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് മാറ്റി അവിടെ നിർത്തുക. ഓക്കെ, തൽക്കാലം നിലവിൽ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പലരും ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും നല്ല പ്രോഫിറ്റിൽ ആൾക്കാർ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 50%, 60%, 70% ആൾക്കാർ വരെ ഡെയിലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡെയിലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പം ഇതിൻ്റെ അമിത ആത്മവിശ്വാസം കൂടി നിങ്ങൾ വീണ്ടും പഴയ കൂടെ പിടിക്കാമെന്നുള്ള രീതിയിൽ ഓവർ ട്രേഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ടോട്ടൽ ലോസ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതവിടെ നിർത്തുക. പഴയ ലോസിനെ പറ്റി മറന്നേക്കുക. അത് പറ്റി ഇപ്പോൾ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിനവിടെ ക്വസ്റ്റ്യൻ മാർക്കിട്ട് അവിടെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ പച്ച കത്തിക്കാൻ ശ്രമിക്കുക. അത് ഞാൻ ഇനി വീണ്ടും പറയുന്നു, കൃത്യമായ ലാഭവും നഷ്ടവും കണക്കാക്കി നിങ്ങൾ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ദിവസം ആദ്യം നിങ്ങൾ തീരുമാനിക്കണം, ഞാനിന്ന് എത്ര ട്രേഡ് ചെയ്യും, 1 ട്രേഡോ 2 ട്രേഡോ, ഇന്ന് എത്ര ട്രേഡാണ് ഞാൻ ചെയ്യുന്നത്, അത് ലാഭമായാലും നഷ്ടമായാലും ഞാൻ അത്രേ ചെയ്യൂ എന്നൊരു ഉറച്ച തീരുമാനം എടുക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡിന് ഇറങ്ങാവൂ. ഇപ്പോൾ ഫസ്റ്റ് ഒരു പ്രോഫിറ്റ്, ഇപ്പം ഒരു 50,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളെന്ന് വിചാരിച്ചു, നിങ്ങളൊരു 5,000 രൂപയ്ക്ക് അടുത്ത്, ഒരു 2,000 മുതൽ 5,000 രൂപയ്ക്ക് അടുത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കിൽ സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ആ കിൽ സ്വിച്ച് ഓണാക്കാൻ നിൽക്കണം. അല്ലെങ്കിൽ ഒറ്റ കൈ മാർഗം വെച്ചാൽ ആ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയുക. രാവിലെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാമല്ലോ, പ്രശ്നമില്ലല്ലോ. ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. പാസ്വേഡും യൂസർ നെയിലും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അല്ലെ ഫേസ് ഐ ഡി വെച്ച് നമുക്ക് ചെയ്യാമല്ലോ, അല്ലെ ഫിംഗർ പ്രിൻ്റ് വെച്ച് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ദയവ് ചെയ്ത്. പഴയ നഷ്ടത്തോടെ നിൽക്കട്ടെ, അത് പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാം. ഇത് ആദ്യം നിങ്ങൾ 2 കാലം നിൽക്കാൻ പഠിക്കുക. അത് ഞാൻ എപ്പോഴും പറയുന്നത് 2 കാലം നിന്നിട്ട് വേണം നമ്മൾ ആയുധം പ്രയോഗിക്കാൻ പഠിക്കാൻ. ആയുധം കൂടെ നമ്മുടെ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്, പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പതിയെ പഠിച്ചു വരത്തുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വിഴുങ്ങാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സ്നേഹത്തോട് ഉപദേശിക്കുകയാണ്. നിങ്ങൾക്ക് അതിനകത്ത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 1 മാസം, ഇനിയിപ്പോൾ 2 ആഴ്ച ഉണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോൾ ഈ 2 ആഴ്ച നിങ്ങൾ അശ്രാന്തമായിട്ട് പരിശ്രമിച്ച് നിങ്ങൾ പച്ച കത്തിക്കാൻ ശ്രമിക്കുക. ഒരു ന്യായമായ പ്രോഫിറ്റ് കിട്ടിയാൽ നിങ്ങളത് അന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? പലരും നല്ല പ്രോഫിറ്റ് കിട്ടിയ അവസാനം നഷ്ടത്തിൽ ഇറങ്ങി പോകുന്നത് കണ്ണീരോടെ എന്നോട് പറയാറുണ്ട് മെസ്സേജ്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യരുതെന്ന് പറയാതെ നിങ്ങൾ ചെയ്യും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഒരൊറ്റ മാർഗ്ഗം, നിങ്ങൾ ന്യായം ബുക്ക് ചെയ്ത് മാറുക. പഴയ റോസിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. പഴയ റോസ് നമുക്ക് റിക്കവർ ചെയ്യാനൊരു അവസരമുണ്ട്. എപ്പോഴാണ് നമ്മളൊന്ന് സ്റ്റേബിളായി, നമ്മളൊന്ന് നന്നായി നിന്നതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സ്റ്റേബിളായി നിന്നൊക്കെ ഒരു റിക്കവറി പ്ലാൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ റിക്കവറി പ്ലാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി എടുക്കുന്ന പ്രോഫിറ്റിൻ്റെ കൂടെ അതിൻ്റെ ഒരു 10%, ആ പ്രോഫിറ്റിന് ഒരു 10% മാത്രമേ നിങ്ങൾ റിക്കവർ ചെയ്യാൻ ശ്രമിക്കാവൂ. ഞാൻ പറഞ്ഞു മനസ്സിലായി? ഇപ്പം നിങ്ങൾ 2000 രൂപ നിങ്ങൾക്ക് ഒരു ദിവസം ലാഭം കിട്ടിയെന്ന് വിചാരിച്ചോ, അതിൻ്റെ കൂടെ ഒരു 200-250 രൂപ കൂടെ മാത്രമേ നിങ്ങൾ കൂടുതലായിട്ട് റിക്കവർ ചെയ്യാൻ ശ്രമിക്കാവൂ. അതിൽ കൂടുതൽ നിങ്ങൾ റിക്കവർ ചെയ്യരുത്. പിന്നെ നമുക്ക് ആത്മവിശ്വാസം വന്നതിന് ശേഷം, നമുക്കൊരു കോൺഫിഡൻ്റ് ആയതിന് ശേഷം നമുക്ക് പിന്നെ എന്താ പറയുന്നത്, നമ്മൾ കുറച്ച് ട്രേഡ് ചെയ്ത് പരിചയമായി, നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായി, നമ്മുടെ ക്യാൻഡിലുകളുടെ ഫോർമേഷൻസൊക്കെ നമുക്ക് നന്നായി മനസ്സിലായി, ഇങ്ങോട്ട് പോകുമെന്നൊക്കെയുള്ളൊരു ഗ്രാഹ്യം കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് റേഞ്ച് കൂട്ടാം. തൽക്കാലം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ മറന്നേക്കുക. ഓക്കെ, നിങ്ങൾ സ്റ്റേബിളായിട്ട് നിലവിൽ ഉള്ള പോർട്ട്ഫോളിയോ പച്ച കത്തിച്ച് കുറച്ച് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ഒരു റിക്കവറി പ്ലാൻ ഉണ്ടാക്കാം. ഇനിയല്ല അതങ്ങനെ കൈ തെളിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്കവറി പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് 10% മാത്രം. മനസ്സിലായോ? അതിനുശേഷം നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി വരാം. തൽക്കാലം നിങ്ങൾ ഒരു ദിവസം 2000 രൂപ ഉണ്ടാക്കുന്നെങ്കിൽ അതിനോട് 200-250 രൂപയുടെ മാത്രമേ കൂടുതൽ നിങ്ങൾ റിക്കവറി പ്ലാനിലേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാവൂ. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൂടുതൽ പരിപാടിക്ക് നിങ്ങൾ പോകരുത്. പോയാൽ നിങ്ങൾക്ക് വൻ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയും അടുത്ത കാര്യം, ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കിതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. മംഗളം പാടി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം പിന്നെയും നാളെ ശരിയാകും എന്ന് പറഞ്ഞ് പിന്നെയും ഇവിടുന്ന് കടം മേടിച്ചോ അല്ലെങ്കിൽ കൈ കടക്കുന്ന പൈസ എടുത്ത് വീണ്ടും ട്രേഡ് ചെയ്ത് ഡെയിലി ഇങ്ങനെ നഷ്ടം വരുത്താനാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? വെറുതെ ആറ്റിക്കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കേണ്ട പൈസയാണ്. അതെടുത്ത് നിങ്ങൾ ചുമ്മാ അത് ഡെയിലി മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഡെയിലി 5000-10,000 കൊണ്ടുവന്ന് ഇങ്ങനെ കളയാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ സ്ഥാനത്ത് നിങ്ങൾ പോയി SIP തുടങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണാൻ വേണ്ടിയാണ്. ഓക്കെ, ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവർ ഇപ്പം 1000-900 പേരോളം അവിടെ ഉണ്ട്, 800 പേരോളം, രണ്ടിടത്തോളം 10,000 പേരോളം ഉണ്ട്. അപ്പോൾ ഈ 900 പേരിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒന്നുകിൽ നിങ്ങൾ ഒരു മര്യാദയ്ക്ക് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അല്ല, നിങ്ങളിങ്ങനെ ഒരു ധാരണയും ഇല്ലാതെ മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുക, നിങ്ങൾ ട്രേഡ് ഉപേക്ഷിക്കുക. അത് നിങ്ങൾ പറഞ്ഞു. അല്ല, നിങ്ങൾക്കിനി ഞാൻ ശക്തമായി തിരിച്ചു വരും, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ പോയ ലോസുകളെല്ലാം തിരിച്ചു പിടിക്കണം, എനിക്കെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ തീരുമാനിക്കുക. ആ പ്രോഫിറ്റിന് ശേഷം ഇറങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. മാർക്കറ്റിലേ ഇരിക്കേണ്ട, വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക. അങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഇത് വൈറലൊന്നും ആകത്തില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് നൽകാനുള്ളൊരു ഉപദേശം മാത്രമാണിത്. ഓക്കെ, നിങ്ങളതുകൊണ്ട് റിക്കവറി പ്ലാൻ ഉപേക്ഷിക്കുക.
കറണ്ട് ലെവലിൽ നിങ്ങൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. എന്തായാലും ഈ മാസം ഇനി 15 ദിവസം മുന്നിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം അടുത്ത 15 ദിവസം നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അങ്ങനെങ്കിലും ഈ മാസം കഴിഞ്ഞ നാളുകളിലെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടത്തിൻ്റെ തീവ്രത കുറഞ്ഞെങ്കിലും കാണാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ അത് ന്യായം ചലഞ്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ന്യായം ചലഞ്ച്. നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. ഞാനൊരു ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആ വീഡിയോയെങ്കിലും നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, നിങ്ങളെ ഒരു ഉപദേശ രൂപേണ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പിന്തുടരാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.